ചിറ്റ വീട്ടിലുള്ള ചെരുപ്പിട്ട് വന്നു ഗൈസ്. തൃശ്ശൂരുകാർക്ക് ആർക്കും അറിയാത്ത വഴിയാണിത്. അതെ അതെ അതെ, അത് വ്ളോഗിലിടണ്ട മാമടിക്കണ്ട അന്നൊക്കെ. ലവ് യു. വന്നിട്ടെണിച്ച് ലേറ്റ്. ഞാൻ ബീപ്പ് പിന്നെ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് അനുമോളുടെ കൂടെ ഞാനിത് ഉറക്കെ പറയാത്തത്. ഇവിടെ ഒരാളുടെ അടുത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അതുകൊണ്ടാണ് ഉറക്കെ പറയാത്തത്. ഞാനിവിടെ എഴുതി കടിക്കാട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അമ്മ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ സൗണ്ട് ഉണ്ടാക്കില്ല അത് പറഞ്ഞിട്ട് ഞാൻ ഓണാക്കും. അപ്പോൾ അവളവിടെ വച്ചിടാൻ തുടങ്ങും. എനിവേസ് ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. ഇതാണ് ഞങ്ങളുടെ പേഷ്യൻ്റ് അക്കുമോൾ. അപ്പി ബാബു പറഞ്ഞു, അപ്പി ബാബു ഛർദി ബാബു പറഞ്ഞു. അതെ, ഞാൻ ഭംഗിയില പറഞ്ഞ അപ്പി ബാബു. നിമ്മാണ് ഏറ്റവും നല്ലതായിട്ട് പറയണത് അപ്പി ബാബു. അപ്പി ബാബു ഒക്കെ മാറി. എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു? 4 ദിവസം. അന്ന് ഇത്രയും കൂടി മേക്കപ്പ് ഇടാതൊക്കെ. അയ്യോ, ഈ വീടൊരു വാർഡായിരുന്നു. ഇപ്പൊ അതെ, അത് ഞാൻ പറയരുത്. മുട്ടിന് വെയിൽ കൊള്ളാണ്ടിരിക്കെ എന്നിട്ട് തല ഒഴിച്ചിട്ടേക്ക്. ഇതിപ്പൊ കൂറ പിടിച്ചു പോയൊരു സാധനല്ലേ അത്. ടാറ്റാ, പോയിരുന്ന് പഠിച്ചോട്ടാ. ഞാൻ വ്ളോഗ് എടുക്കണ്ട കേട്ടാ. ഓ, ചിറ്റയ്ക്ക് പിന്നെ ഡ്രൈവിംഗ് അറിയാലോ. ഒന്നില്ലെങ്കിൽ ലൈസൻസ് ഉണ്ടല്ലോ. ഒന്നല്ലേ അത് ശരിയാ. ഓടിപ്പിക്കുമ്പോ ടെൻഷനും. ഇതിപ്പോ മനു വണ്ടി ഓടിക്കില്ലേ, അപ്പൊ ഡാഡിക്ക് അറിയണ വഴിയാണ്. ഈ ഡാഡി പറയും അവിടെ ഒരു വളവുണ്ട് ട്ടാ, എവിടെ ഒരു 500 മീറ്റർ കഴിഞ്ഞിട്ടാവൂട്ടാ. അത് കഴിയുമ്പോ ഹമ്പുണ്ട് ട്ടാ, അവിടെ കുഴിയുണ്ട് ട്ടാ. അപ്പൊ മനു പറയും ഡാഡി മിണ്ടാണ്ടിക്ക്, ഡാഡി എനിക്കറിയാം ഞാൻ ഓടിക്കണതല്ലേ. എന്നാലും പറയൂ ആള്. എന്റെ കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. അങ്ങനെ അവകാശപ്പെടാണ്ടിരിക്കണതാണ് നല്ലത്. അതെന്റെ കുറ്റല്ല. പക്ഷെ ഉണ്ടല്ലോ, ഏറ്റവും സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് പെൺപിള്ളേരാണ്. റിസ്ക് പരിപാടിക്കൊന്നും നിക്കില്ല. ഇങ്ങോട്ട് വന്ന് കയറിയാലോ ഉള്ളു പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ടെമ്പിൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തത് മേടിക്കാനല്ലേ? ഓക്കെ. ചിറ്റ വീട്ടിലുള്ള ചെരുപ്പിട്ട് വന്നു ഗൈസ്. അടിപൊളി. പിന്നെ കാണാൻ കുറച്ച് കാരണം എന്ത് രണ്ടും വേറെ വേറെയാണോ? ചെരുപ്പ് കാണിക്കാൻ പിന്നെന്താ പിന്നെ മെഡിക്കൽ കണ്ടീഷൻ ആയാലും കുഴപ്പമില്ല. മറ്റേ മുള്ള ചെരുപ്പല്ലേ, വയ്യാത്ത കൊച്ചാണ്. ഇനി
ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. അയ്യോ, ഇനി ലെഫ്റ്റ് പോണല്ലേ ചിറ്റേ? അതെ അതെ. ആർക്കും തൃശ്ശൂരുകാർക്ക് ആർക്കും അറിയാത്ത വഴിയാണിത്. അതെ അതെ അതെ. തെറിയ ഗോൾഡ് മുന്നാണ്ട് ഞാൻ ലെഫ്റ്റ് എനിക്ക് അവിടെ ഞാൻ റൈറ്റിൽ പറയും ലെഫ്റ്റ് പറയും. നിനക്ക് ഭാരതിൽ പോണ്ടേ? അതെ അതെ അതെ. വഴി തെറ്റി വന്നിട്ട് അത് വ്ളോഗിലിടണം കേടാന്നൊക്കെ. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റുഡിയോ. ആ എത്തിക്കഴിഞ്ഞപ്പോ അഹങ്കാരം കയറിയാക്കിട്ട് പോവാണ്. ആളിപ്പോ ഷോപ്പിംഗൊക്കെ തുടങ്ങി. വേറെ വൈബ്. അത് കണ്ണിലുടക്കിണ്ട്. നമ്മളിപ്പോ പൂങ്കുന്നം സ്റ്റുഡിയോയിലാണുള്ളത് കേട്ടോ. അനുമോൾക്ക് അവിടെ ചെന്നിട്ട് വീട്ടിലൊക്കെ വെയർ ചെയ്യാനുള്ള കുറച്ച് കോഡ് സെറ്റ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന. ബ്ലാക്ക് എന്തോരെടുത്താലും ബ്ലൂവിന്റെ കൂടെ അടിപൊളിയാ. ആ നൈസ്. ചിറ്റ ഫൈനലി ഒരു ചെരുപ്പ് മേടിക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ നിന്നൊരു മോചനം കിട്ടാൻ. വാങ്ങണ്ട. അവളുടെ എനർജി പോയി. അവൾക്ക് ഇനി ഫുഡ് കയറാണ്ട് അവൾക്ക് എനർജി വരില്ല. കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടൊരു ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ട്. പക്ഷെ അന്നത്തേലും കുറേ സംഭവങ്ങളുണ്ട്. ഐ തിങ്ക് ഇതായിരുന്നു നമ്മുടെ തൃശ്ശൂർ ഫസ്റ്റ് സ്റ്റുഡിയോ എന്ന് തോന്നുന്നുണ്ട്, പൂങ്കുന്നത്തുള്ളത്. അനുമോളിങ്ങനെ ആകെ അനുമോളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക. അപ്പോഴാണ് ഞാൻ അടക്കാൻ ഭംഗിയുണ്ട്. ഭംഗിയുണ്ട് ഭംഗിയുണ്ട്. അത് നല്ല ഭംഗിയാ. അത് നല്ല കളറായിരിക്കും. ഇത് നല്ല കളറാ. ഓ പക്ഷെ അത് വേണ്ട വേണ്ട ഇതെടുത്താ മതി. ആദ്യം എടുത്തത് നീലയാ. അതെടുത്തോ? അത് നല്ലതാ. മറ്റേ ചോപ്പ കാറിലിരുന്നാ കുശി പാവം പഠിച്ച് തളർന്ന്. പച്ചോട്ടാ കമ്പിത്തിരി അല്ലേ എക്സാം? അക്കു പണ്ട് കെമിസ്ട്രീനെ കമ്പിത്തിരി എന്നാണ് പറയാറ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഇത് കേക്ക് ഉണ്ടാവുക തമ്പരാനറിയും. പച്ച കഴിഞ്ഞ പൊന്നു ലവ് യു.
ആ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അനുവിന് വെള്ളം എടുക്കണമെങ്കിൽ ഫുഡ് കയറണം അകത്തേക്ക്. എന്നാലും ഇനി വെള്ളത്തോൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാ. അതെ, എനർജി ഇവിടെ കഴിഞ്ഞു തോന്നുന്നുണ്ട്. ബില്ല് ചെയ്തപ്പോഴേ എനർജി കഴിഞ്ഞു തോന്നുന്നുണ്ട്. ബില്ല് കിട്ടിയപ്പോൾ അനുവിൻ്റെ ഉഷാറ് പോയി. എന്നുവെച്ചിട്ട് ചെരുപ്പ് മാറിക്കോളല്ലേ. അതൊരുമിച്ചിട്ടോ, അപ്പൊ തെറ്റിപ്പോവില്ല. കൈമുറിയൂട്ടാ. ആ ചെരുപ്പ് അവിടെ ഇടുക അതോ ബാക്കിലിടണോ? ഓക്കേ. മന്തിയാണോ വേണ്ടേ? മന്തിയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നെഹദി. ഓ നെഹദി അടിപൊളിയോ? ഓക്കെ. ചിറ്റയ്ക്കോ? എന്നിട്ട് മാത്രം ആലോചിക്കും. ആരും വരുന്നില്ലല്ലോ. ഞങ്ങൾ നെഹദി മന്തിയിൽ മന്തി കഴിക്കാൻ. ആദ്യം വെള്ളം വന്നു. മെനു വേണോ വേണ്ട, ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാ വന്നേക്കണതൊക്കെ. ആദ്യം ഗ്ലാസ് വന്നു, പിന്നെ വെള്ളം വന്നു, പ്ലേറ്റ് വന്നു. ഇത് ആശ്വാസത്തിനാണ്. ഇനി പോയിട്ടൊരു നേരം വരുമ്പോ വന്നിട്ടെണിച്ചില്ലേറ്റ് വിശുന്ന അനുവല്ല ഉണ്ടാവും. ഇപ്പൊ വരും കേട്ടാ, എപ്പോഴെങ്കിലും വരും. ഷവായ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, അതാണ് തോന്നുന്നു. ഹണി ഗ്ലേസ്ഡ് അൽഫാം. ഇനി എടുത്തോ. അത് വരും തരൂട്ടാ. കണ്ണട വെക്ക കാണണ്ടേ. ഇതാണ് കുഴിമന്തി. അത് ബീഫിലെടുക്കടി ഒരുമിച്ച്. മൊത്തം എടുത്തിട്ട് പോ. അത് നീ എന്നെ കഴിക്കുള്ളൂ. മൊത്തം എടുത്തിട്ട് പോക്കും. ഞാൻ സോസ ആ മറ്റേ സാധനം ബീട്രൂട്ടാണോ? ആ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടോളാം. അതിന് ഫസ്റ്റ് ടൈം ബീഫ് മന്തി ട്രൈ ചെയ്യണം. ചിക്കൻ മസാല ഷവായ, എൻ്റെ ഹണി ഗ്ലേസ്ഡ്. ഉഷാറില്ലോ. തുടക്കത്തിലെ ആവേശം പോയ ഇത് പാക്ക് ചെയ്യാം. പറ്റില്ല സീരിയസ്. അല്ലെങ്കിൽ കുറച്ചധികം സമയം വേണം. സമയത്തോ 3:30. എനിക്ക് വണ്ടി ഓടിക്കാൻ പോയി.
വണ്ടി എടുക്കാൻ നിൽക്കൂലോ ഭക്ഷണം കഴിക്കുമ്പോ. പക്ഷെ അത് നമുക്ക് അവരിട്ട് അങ്ങനെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല. ഇത് ഈ പറഞ്ഞ പോലെ നിനക്ക് പെങ്കൊച്ചുണ്ടാവുന്ന ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ. അവിടെ നിന്ന് കയറിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ഇത് ഇവിടെ നമ്മൾ റൈറ്റ് പിടിച്ച് അങ്ങോട്ട് പോയ പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, പിന്നെ ചുറ്റിക്കറങ്ങി വരണം. ഈ വണ്ടിയിൽ കയറിയപ്പോ തൊട്ട് ചുറ്റൊരു ജയലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയാണ് വഴികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ജയലക്ഷ്മി വെറുത്തുപോയി. ഇനി അവിടെ റൈറ്റ് ഞാൻ ബീപ്പ് വെക്കേണ്ടി വരും. അനുവിന് ജയലക്ഷ്മി വെറുത്തിട്ട് ഭ്രാന്തായി. പക്ഷെ ജയലക്ഷ്മിയുടെ അതിനെ കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വഴി തെറ്റിയോ? ഇല്ല, ഒരൊറ്റ പ്രാവശ്യം നമുക്ക് വഴി തെറ്റിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യ അതല്ല അവസാന നിമിഷം നമ്മളെ ഇടപെട്ടതോട് അതെ, അതാദ്യമേ ഇടപെട്ട് ഞാൻ റൈറ്റ് എന്ന് പറഞ്ഞതാ. അതാ ഞാൻ പറഞ്ഞ ഒരൊറ്റ പ്രാവശ്യം വഴി തെറ്റിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു തന്നിട്ട് വേറെ എപ്പോഴേ വഴി തെറ്റിയേ. അത് കാരണം കുറച്ചേരം വണ്ടി നിർത്തിയിട്ട് ആലോചിക്കേണ്ടി വന്നു. പിന്നെ MG റോഡ് മാത്രം തെറ്റുള്ളൂ. പിന്നെ റൗണ്ട് അബൌട്ടിന്റെ അവിടെ നിന്ന് റൈറ്റ് പോക്കോളാ പറഞ്ഞു. ഇത് മനോരമ റോട്ടിക്ക്. അതെ, റൗണ്ടില് MG റോഡിന്റെ അറ്റത്തെത്തിയപ്പോ പറയാ ഇതല്ല MG റോഡെന്ന്. അതെ, പിന്നെ വീണ്ടും കറങ്ങണം. മറ്റേ കാസർഗോഡുകാര് തൃശ്ശൂര് കാണാൻ വന്ന പോലെയോ. ഈ അമ്പലം നമ്മള് വീണ്ടും അയ്യോ, നമ്മുടെ ചിക്കുന്റെ ഒരു ഫ്രണ്ട്, ചിക്കുന്റെ ചെക്കായുടെ ഒരു ഫ്രണ്ട്, അവര് വന്നിട്ട് തൃശ്ശൂര് വന്നിട്ട് നിന്റെ ലെഫ്റ്റിലിരിക്കുന്ന ആളോട് ചോദിക്കി, അതാണ് ജയലക്ഷ്മി. ഒരു പ്രശ്നം വിചാരിക്കണ്ട, എവിടെയെങ്കിലും ഒക്കെ എത്തും. ഇത് ചിറ്റ വണ്ടി ഓടിക്കണം, അപ്പൊ മനസ്സിലാവും ഈ ബുദ്ധിമുട്ട്. ആ ട്രെൻസൊക്കെയാണോ? അത് പഴയ ട്രെൻസ് അല്ലേ? ഏറ്റവും ഫസ്റ്റത്തെ ട്രെൻസ്. നമുക്ക് റെസ്റ്റ് കൊടുക്കാം, പാവം വയ്യ. അമ്മയ്ക്ക് ആലോചിക്കാൻ കുറച്ച് സമയം. അയ്യോ, എവിടെ അവിടെ ചെല്ലുമ്പോഴോടി ഇല്ലടി ഭാഗ്യം. ചിറ്റപ്പ മനസ്സിൽ രക്ഷപ്പെട്ടു. ഇവിടെ ഉണ്ടടി ഒരു പോസ്റ്റ്. ഈ വണ്ടി തന്നെയായിരുന്നു സൂട്ടിയോടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒക്കെ ഒരു സ്ഥലത്ത് ഡ്രസ് വരണേ എടി വരണ, മറ്റേ ടാഗ് മാത്രം വ്യത്യാസമുള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടാ. ഇവിടെ നന്നായിട്ട് ഉച്ചയായ കാരണം കൂട്ടിയിട്ടുണ്ട്. ഡെയിലി നൈറ്റ് ഡ്രസ് തുപ്പ് ഞാൻ ബാക്കി ഞാൻ പറയാനുള്ള ഒരു സെറ്റ് 599. 699. പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് മറ്റേ കറക്റ്റ് ബനിയൻ ടൈപ്പാ. അത് മറ്റേ ഇങ്ങനെ ആ സാധനം. ഇവിടെ ഞാൻ ലാസ്റ്റ് വന്നത് കല്യാണത്തിന്, ഞാനും ചിറ്റയും ജോൺസങ്ങളും കൂടി കല്യാണത്തിൻ്റെ സമയത്ത് ഷോപ്പിങ്ങിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴാണ് വരണേ? അല്ല, അത് കഴിഞ്ഞിട്ട് പ്രാവശ്യം കൂടി വന്നു തോന്നുന്നുണ്ട്. പറയേ പറഞ്ഞത് കേൾക്കില്ല. ഇവിടെ ലാസ്റ്റ് വന്ന് ചുറ്റും ഞാനും കൂടെ കേസായ എന്തൊക്കെ ഇതിന്റെ പണിക്ക് ഇത് ഇത്തിരി ഓവറാട്ടാ. ഇത്തിരി ഓവറായാലേ റീച്ചൊക്കെ കിട്ടുള്ളൂ. ഇത്തിരി ഓവറായാലും ആൾക്കാരെ ശ്രദ്ധിക്കുന്നല്ലേ. സീരിയസ് ആയിട്ട് മീമൂന്നാ പറയണേ. അതിനുള്ള സാധനങ്ങൾ തപ്പം. ബ്ലാക്ക് അത്യാവശ്യത്തിന് എടുത്തു കേട്ടാ. 3 ബ്ലാക്ക് അങ്ങാണ്ട് എടുത്തു. നീ ആദ്യം വന്ന ജീൻസ് നോക്കടേ.
അവൾക്ക് വലിയ ബാഗാ വേണ്ടത്. എനിക്ക് തോന്നുന്നില്ല. ബാഗായിട്ടുണ്ട്. കളർ കുഴപ്പമില്ല, പക്ഷെ കളർ നല്ലതാ. നല്ല യങ്സ്റ്റേഴ്സ് ഇങ്ങനത്തെ കളറുകളാണ് ഉപയോഗിക്കുക. നീ പറഞ്ഞ തള്ള വെബ്സിന്റെ കളേഴ്സാണ് ഇതൊക്കെ. അതൊക്കെ തള്ളമാരെ ഉപയോഗിക്കുക, നമ്മളൊന്നും കൊണ്ട് ഉപയോഗിക്കില്ല. അതൊക്കെ ഉണ്ടല്ലോ, ഇതല്ല. അതെ അതെ അതെ. ഇത് പിടിക്കും. നിങ്ങൾ പറയൂ ഗൈസ്, ഇതിലേത് ബാഗാണ് ഭംഗി? ഗ്രീൻ. ഓപ്ഷൻ എ ഗ്രീൻ, ഓപ്ഷൻ ബി ബ്രൗൺ. പക്ഷെ ഇതിൽ ലാപ്ടോപ്പ് കൊള്ളു, അതാണ് എൻ്റെ ചോദ്യം. നീ ഇരുന്ന് ചിരിക്കണത് എന്തിനാണെന്നറിയോ? ഒരു 6 കാർഡും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിലത്തെ ഫുഡ് വെയറിൻ്റെയും പിന്നെ എന്നിട്ട് ഡ്രസ്സിൻ്റെയും 3 എണ്ണം ഫുഡ് വെയറിൻ്റെ, 3 എണ്ണം ഡ്രസ്സിൻ്റെ. ഇതിൽ പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. ഇതിൻ്റെ ഡേറ്റ് നോക്കിട്ടാ, ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇരിപ്പ് നോക്ക് നോക്ക്, കഴിച്ചു. കാര്യമില്ലല്ലോ. അനുവിനിതില്ലാന്ന് അറിഞ്ഞപ്പോ തന്നെ അനു സെഡായി. എനിക്ക് ഒന്നും വേണ്ട, ഇട്ട് നോക്കാൻ ഒരു മര്യാദക്ക് സുടിയോ. അതിപ്പോ തന്നെ എത്ര നേരം എടുത്തു, ചേച്ചി ഓണാക്കിയില്ല. ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ നടന്നു, ഒന്നും എടുത്തില്ല. നേരത്തെ ഞാൻ ഓണാക്കി പിടിച്ചു, അല്ല ഫോൺ പിടിച്ചു, ഓണാക്കിയില്ല. AR ബേക്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു സോഡ സർവത്ത് കുടിച്ചിട്ട് വരാം. 3 എണ്ണം കൂടി തെണ്ടി തിരിഞ്ഞ് നടക്കുക. എനിവേസ്, അപ്പൊ നമ്മള് എടുത്ത പകുതി സാധനങ്ങൾ അവിടെ വെച്ചിട്ട് പകുതി സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോന്നു. കൂപ്പണിന്റെ കാര്യം അയ്യ എടുത്തായിരുന്നു, കൂപ്പൺ വർക്കായില്ല. ഞങ്ങൾ പോയി. അതെ, 3 ആളും കൂടി വന്നു. ആദ്യം തന്നെ നടക്കാൻ പഠിക്കും. സോഡ സർവത്ത് ഉണ്ടാക്കാൻ ഞങ്ങളിപ്പോൾ KR ബേക്കറിയിൽ വന്നു. ഇവിടെ ഏതാ സ്ഥലം? ഏത് മൂല? വുഡ്ലാൻഡ് മൂല. ഇതേതൊരു സ്ഥലം? ഓതോടാ, അല്ലെങ്കിൽ ചോദിക്കായിരുന്നത്. അപ്പൊ ഞങ്ങൾ ശങ്കരയ്യർ ജംഗ്ഷനിലുള്ള KRലാണ് വന്നത്. പക്ഷെ ഇവിടെ സോഡ സർവത്തില്ല ഗൈസ്. KRാണ്, പക്ഷെ ഇത് പുറത്ത് KR. അപ്പോ അതെ, ഇവിടെ അക്ഷരല്ലേ മാറി. അപ്പൊ ഞങ്ങൾ ജ്യൂസ് പറഞ്ഞു, ഒരു ഓറഞ്ച്, ഒരു പൈനാപ്പിൾ, ഒരു ഗ്രേപ്പ്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ പറഞ്ഞ അമ്മയോട് ഈ കളർ എടുത്താൽ മതി. ഒറ്റ സ്വാപ്പ് ചെയ്തപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല കളറാ. തന്നാ മതി. തരണേടി. കഴിഞ്ഞ പോലെ
ആറ്റിങ്ങള് കൂടുതലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കെഞ്ചിയിട്ട് കൊണ്ടുപോയില്ല. ഇപ്രാവശ്യം ഗൈസ് ആ കുടിച്ച ജ്യൂസിൽ മുന്തിരി ജ്യൂസ് പണി തന്നു ഗൈസ്. ഭയങ്കര പുളിയായിരുന്നു. സൗണ്ടൊക്കെ മാറി. അതെ ആ ചേട്ടനോട് പറഞ്ഞപ്പോ ആള് പറയാ ഓ ഭയങ്കര പുളിയാ മുന്തിരിക്കുന്നത്. അതപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞാ മതി. ഭയങ്കര പുളിയാന്ന് പൈനാപ്പിൾ പറഞ്ഞ അതിന്റെ സത്യം. ആദ്യം പൈനാപ്പിൾ പറഞ്ഞ ഞാനാ. ലെഫ്റ്റ് തന്നെയാടി ഇതിനകത്തും കാണിക്കണേ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റണില്ലേ. അതാണ് ഓക്കെ. എനിവേസ് അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലേടി. ഇനി അനിമോൾക്ക് ഐനാസ് മേടിക്കണം മടക്ക്. പിന്നെ മീമുവാവിക്ക് ഒരു കിൻഡർ ജോയും കൂടെ മേടിക്കണം. അത് കഴിഞ്ഞ് ഇന്നത്തെ ഷോപ്പിംഗ് ഡൺ. അയ്യോ ഇവിടെ മാക്സ് ഉണ്ട്. കേറണമെങ്കിൽ കേറാട്ടോ. ജീൻസും കൂടി നോക്കി അവിടെ ചെന്ന് ജീൻസ് മേടിക്കണേ അവിടെ പാർക്കുണ്ടോ? ആ വഴിയൊന്നുമല്ല, ലെഫ്റ്റ് ആണ് നമുക്ക് ലെഫ്റ്റാ. ഓക്കെ ഗൈസ്, പിന്നെയും നേരത്തെ മറന്നിരിക്കുന്ന വ്ളോഗെടുക്കാൻ ഞങ്ങള് ബേക്കറിയിൽ കയറി സാധനങ്ങൾ വാങ്ങി. നേരത്തെ സോഡ സർവത്തിന്റെ ക്ഷീണം മാറ്റാൻ വീണ്ടും ഒരു സോഡ സർവത്ത്. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. കിൻഡർ ജോയ്. അതെ ഐസ്ക്രീം മേടിച്ചു. ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. മിമുവാവയ്ക്ക് കിൻഡർ ജോയ് മേടിച്ചു. അനുവാവയ്ക്ക് ഞാനൊക്കെ കിട്ടിയതാ. അതെ അതെ വേറൊരു ടിൻഡി നമ്മളെ ട്രോളർ ഒരു എസ്തെറ്റിക് കഫേയിലാണ്. അതെ അതെ കാറിനൊക്കെ ഇത് നമ്മുടെ ഇത് ഏത് സ്ഥലം? കാളക്കല്ലല്ലേ? കാളക്കല്ലുള്ളൊരു MPR ബേക്കർ. ഇഷ്ടം പോലെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഇങ്ങനെ നമ്മുടെ പപ്പടം പോലെ വറക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്. ഇത് മറ്റേ മാങ്ങ ഉണക്കിയതല്ലേ? കിവി, ഓറഞ്ച് അല്ലേ? അല്ല, ജെല്ലി മിഠായി. ഇതെന്തിട്ട്? ഇതെന്തത്? വാഴലേല. നൈസ്. ഇതൊക്കെ പപ്പടം പോലെ വറക്കണ സാധനങ്ങളാണ്. ജോൺസങ്ങളുടെ ഫ്രണ്ടാണ് കടയുടെ ഓണർ. അപ്പം നമ്മൾ പരിചയം പുതുക്കുക. പണ്ടത്തെ മിഠായി പണ്ട് മാട സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫീസ്റ്റൊക്കെ വരില്ലേ? പീസാണ് തരിക. അന്ന് ഇനി 25 പൈസയാ. ഓ ഗോഡ് നൊസ്റ്റു. ഇന്നിപ്പോ 15 എണ്ണത്തിന് 20 രൂപ. പിന്നെ നമ്മുടെ പുളിമിഠായി. ഡോൾബി അറ്റ്മോസ് തുടങ്ങി ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു. ട്രിപ്പ് ഷോപ്പിംഗ് വ്ലോഗ് ആയിരുന്നു. എല്ലാത്തും നമ്മളിങ്ങനെ പറയുന്നത് മാത്രമുണ്ട്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അമ്മേ ചേട്ടാ, ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുള്ള വേണ്ട. സൈഡിൽ കൂടെ അങ്ങോട്ട് കൊടുക്കോ. ഓക്കെ, അതെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വന്നായിരുന്നടി. അപ്പോ ലൈറ്റ് പോയി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി കാനഡിയൻ
വ്ളോഗുകളുമായിട്ട് അനു വരും. അനുവിന്റെ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി എന്നൊക്കെ. ഓക്കെ, ഞാൻ ടാഗ് ചെയ്യാം. ടാഗ് ചെയ്യല്ല, ഞാൻ അടിയില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും പോയി എന്റെ 650 സബ്സ്ക്രൈബേഴ്സും കൂടെ പോയിട്ട് ഇവിടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം. പോയി എന്റെ ഔട്ട്ഡോർ അവസാനിപ്പിക്കാൻ സമ്മതിക്കും. ഓക്കെ, അവളിപ്പൊ തന്നെ പേര് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കിടക്കണോ? ലോസ്റ്റ് ആൻഡ്രോസ് ജോൺസ് ആൻഡ്രോസ് ജോൺസ് കാണിച്ചേരി. ഓക്കെ ഗൈസ്, ഇത് നമ്മള് ഞാൻ തിരിച്ച് കാണിക്കാം. വളരെ 58 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ലോസ്റ്റ്. അത് നമ്മുടെ DP ആണ് ഗൈസ്. ആ പേരിട്ടാ പോരായിരുന്നോടി. അത് നമ്മളൊരു അതെങ്ങനെയാന്ന് അറിയില്ല, എന്റെ ടെക്നോളജി നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ആൻഡ്രൂസ് ജോൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു 58 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഓണറാണിത്. ആടി നിനക്ക് അത്യാവശ്യം വ്യൂസ് ഉണ്ടല്ലോ. അപ്പോ ഷോർട്സ് ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എല്ലാവരും കേറിയിട്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അത് പാരടക്കി വെച്ചേക്കണേ. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരുടെ? എൻ്റെ. ഓക്കെ, ബൈ.